ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാനധർമ്മം കൊണ്ടൊരു മനുഷ്യൻ നശിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ര കണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഒരു ഉരുള ഭക്ഷണമാണെങ്കിൽ പോലും ഇസ്രായേലി സമൂഹത്തിലെ ഒരുപാട് സംഭവങ്ങൾ ഈ ദാനധർമ്മ സംബന്ധമായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ഇടയിലൊക്കെ ദാനധർമ്മത്തിന് തടസ്സം സംഭവിക്കുന്ന കാരണങ്ങളെ ഗൗരവത്തോടുകൂടെ അള്ളാഹു കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവർക്കിടയിൽ മതപരമായ ചില നിയമങ്ങൾ കർശനമായിരുന്നു. മൂത്രം വീണ് കഴിഞ്ഞാൽ ആ ഭാഗം മുറിച്ചു കളയണമായിരുന്നു. വസ്ത്രമാണെങ്കിൽ കഴുകി വൃത്തിയാക്കുന്ന സ്വഭാവമൊന്നും ആ ഒരു നിയമമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. എന്തെല്ലാം കാര്യങ്ങളായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ഇസ്രായേലി സമൂഹത്തിലൊക്കെ ചില കാലങ്ങളൊക്കെ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്, പ്രായം കുറഞ്ഞ ആൾ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഇസ്മായിൽ അൽ ഹഖ് ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്, പ്രായം കുറഞ്ഞ ആള് ധിക്കാര രൂപേണ പ്രായം കൂടിയ ആളുടെ മുന്നിൽ കയറി നടന്ന, അതമില്ലാതെ നടന്നു കഴിഞ്ഞാൽ ആ മുന്നിൽ നടക്കുന്ന പ്രായം കുറഞ്ഞ ആളെ ഭൂമി വിഴുങ്ങും. പിന്നെ അവനെ കാണില്ല, മണ്ണിന്റെ അടിയിലേക്ക് അവൻ പൂണ്ടുപോകും. ആ രീതിയിലൊക്കെ ഇസ്രായേലി സമൂഹത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു പരുന്ത് വന്നിട്ട് മഹാനവറുകളോട് പരാതി പറയുന്നുണ്ട്. മഹാനവറുകൾക്ക് അല്ലാഹു തആല എല്ലാ സൃഷ്ടികളുടെയും ഭാഷ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളോടും സംസാരിക്കാനുള്ളതായ ഒരു പ്രത്യേകമായ കഴിവ് അല്ലാഹു തആല മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്താണ്. വവരിസ സുലൈമാനു ദാവൂദ് വഖാല യാ അയ്യുഹന്നാസു ഉല്ലിംനാ മാതിഖത് ത്വയ്രി വഊതീനാ മിൻ കുല്ലി ശൈഇൻ ഇന്ന ഹാദാ ലഹുവൽ ഫദ്ലുൽ മുബീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം ജനങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, വഖാല യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉല്ലിംനാ, എനിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മൗതിഖത് ത്വയ്ർ, പക്ഷികളുടെ സംസാര ഭാഷ എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. പക്ഷിക്ക് സംസാര ഭാഷയുണ്ട്. ഒരു ആഹാര സാധനം കണ്ടാൽ ഒരു കാക്ക അതിന്റെ കൂട്ടത്തിൽപ്പെട്ട മറ്റ് കാക്കകളെ വിളിക്കും, അല്ലെ? ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുമ്പോഴേക്കും അതിങ്ങനെ ഓടിയെത്തും. ഒരൽപ്പം ധാന്യമണികൾ വിതറിയിട്ടാൽ ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ വിളിക്കും, അല്ലെ? ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി. ഈ ശബ്ദം ഒരു സംസാര ഭാഷയാണ്. ഈ ഭാഷ സുലൈമാൻ നബിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയിരിക്കെ സുലൈമാൻ നബിയുടെ മുന്നിൽ ഒരു പരുന്ത് വന്നു. പരുന്ത് വന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ, ഞാൻ താമസിക്കുന്നത് ഒരു മരത്തിന്റെ മുകളിലാണ്. ആ മരം ഇന്ന ആളുടെ പറമ്പിലാണ്. സുലൈമാൻ നബിയെ, ആ മരത്തിന്റെ മുകളിൽ എന്റെ കൂട്ടിൽ ഞാൻ മുട്ടയിടുന്നുണ്ട് സുലൈമാൻ നബിയെ. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ആ മരം നിൽക്കുന്ന പറമ്പിന്റെ ഉടമസ്ഥൻ വന്നുകൊണ്ട് മുട്ട വിരിഞ്ഞ എന്റെ ചെറിയ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് സുലൈമാൻ നബിയെ. ആ കൂട്ടിന്ന് ഇറക്കി പുറത്തേക്ക് മാറ്റി വിടുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് കൂട് കെട്ടി സ്വൈര്യമായി താമസിക്കാനുള്ള ഒരു സ്വസ്ഥതയും അയാൾ തരുന്നില്ല. ഒരു പരാതിയായി ഒരു പരുന്ത് വന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ മരത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, മേലാൽ ഇത് ചെയ്യരുത്, ആവർത്തിക്കരുത്. ആ പരുന്ത് അവിടെ കൂടുകൂട്ടി ജീവിച്ചോട്ടെ, നീ അതിനെ ശല്യാക്കരുത് ട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ സുലൈമാൻ നബി 2 ജിന്നുകളെ വിളിച്ചു. എന്നിട്ട് ആ ജിന്നുകളോട് മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളെ 2 പേരെയും ഞാൻ ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ്. എന്താണെന്നറിയോ? അടുത്ത കൊല്ലം വരുമ്പോ ഈ മനുഷ്യൻ ഈ സ്വഭാവം മറന്ന് ഈ പക്ഷി പിന്നെയും കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഒരു സന്ദർഭം അടുത്ത വർഷം വരും. അടുത്ത വർഷത്തിൽ ഇതിന്റെ മുട്ട വിരിഞ്ഞ് പിന്നെയും കുഞ്ഞു വരുന്ന ഒരു സന്ദർഭം വരുമ്പോ
ഈ വീട്ടുകാരൻ, ഈ മരം നിൽക്കുന്ന പറമ്പിന്റെ ഉടമസ്ഥൻ ആ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതോ കൂടിൽ നിന്നും അവകളെ ഇറക്കി വിടുന്നതോ നിങ്ങൾ കണ്ടാൽ ഇയാളെ നിങ്ങൾ പിടിച്ചിട്ട് 2 കഷ്ണാക്കണം. അയാളെ പിടിക്കാൻ 2 കഷ്ണാക്കുക. എന്നിട്ട് ഒരു കഷ്ണം അയാളെ 2 പീസാക്കിയിട്ട് ഒരു പീസ് കിഴക്കോട്ടം വലിച്ചെറിയ, ഒരു പീസ് പടിഞ്ഞാട്ടും വലിച്ചെറിയ. കേട്ടിട്ടുണ്ട് ഈ സംഭവം? ഇല്ല. എന്ത് ചെയ്ത? സുലൈമാൻ നബി വാണിംഗ് കൊടുത്തു. പരുന്തും അതിന്റെ കുഞ്ഞുങ്ങളും താമസിക്കുന്ന നിന്റെ പറമ്പിൽ ആ മരത്തേൽ തൊടാൻ പോണ്ട, അവരവിടെ താമസിച്ചോട്ടെ, അതിന് ശല്യം ചെയ്യാൻ പോണ്ട, നീ അങ്ങനെ ചെയ്യാൻ പോവരുത് എന്നത് ഞാൻ കർശനമായി രാജകൽപ്പനയാണ്, രാജാവ് പറയുന്നതാണ്. അടുത്ത കൊല്ലാവുമ്പോ ഇതുപോലെ ഈ പരുന്തിന് പിന്നെയും കുഞ്ഞുങ്ങളുണ്ടാവും. അന്നേരം ഇയാള് ഇതുപോലെ ചെയ്താൽ ഇയാള് ചിലപ്പോ മറന്നുപോകാൻ സാധ്യതയുണ്ട്. 2 ജിന്നിനെ വിളിച്ച് സുലൈമാൻ നബി ഡ്യൂട്ടി ഏൽപ്പിച്ചു. അങ്ങനെ ഇയാള് പിറ്റേ കൊല്ലം വന്നപ്പോ മരത്തിന്റെ ഉടമസ്ഥൻ മറന്നുപോയി. അടുത്ത കൊല്ലായപ്പോ, കഴിഞ്ഞ കൊല്ലം സുലൈമാൻ നബി വിളിച്ച് വാണിംഗ് കൊടുത്താലും മറന്നുപോയി. അയാള് തീരുമാനിച്ചു ആ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ആ പരുന്തിന്റെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക, കൂടെ ഒഴിവാക്കി വിടാ എന്ന രീതിയിൽ അയാൾ തീരുമാനിച്ചു. മരത്തെ കയറാൻ തീരുമാനിച്ചു വരണ വഴിയുണ്ടല്ലോ, അയാള് ഒരു ഭക്ഷണം ഇങ്ങനെ കുറിച്ചു കൊണ്ടുവരാം. ഭക്ഷണം കുറിക്കുക, നമ്മള് കടല തിന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൈ പിടിച്ച് തിന്നുകൊണ്ട് വരാൻ പറ്റുന്ന രീതിയിൽ ഒരു ചേമ്പിന്റെ കഷ്ണം പുഴുങ്ങിയത് വീട്ടിലുണ്ടായിരുന്നു, അത് കടിച്ചു പിടിച്ചുകൊണ്ടിരുന്നു. അയാൾ ഇങ്ങനെ കുറച്ച് തിന്നാൻ പറ്റുന്ന ഒരു ഭക്ഷണമായിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ ഇരിക്കെ ആരോ ഒരാള് പട്ടിണിയുമായി പറഞ്ഞ് ഇയാൾ ഇങ്ങനെ നടന്നു വന്ന വഴി, ഇയാൾ വന്നെന്തിനാ? ആ മരത്തിന്റെ മുകളിൽ കയറി ആ കിളിക്കൂട് ഒഴിപ്പിക്കാനാ വന്നത്. അപ്പൊ അയാൾ ഇങ്ങനെ വന്ന വഴിയില് ഇയാള് ഭക്ഷണം കുറച്ച് തിന്നാൻ പറ്റുന്ന ഭക്ഷണം കൈ പിടിച്ചുകൊണ്ട് വരാം. കുറച്ച് തിന്നാന്നുള്ളതിന് പറയാം, ഈ കടലയൊക്കെ തിന്നുന്ന പോലെ. അപ്പൊ അയാൾ അതായിട്ട് ഇങ്ങനെ വന്ന വഴി ആരോ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് യാചിച്ചു ഈ മരത്തിന്റെ ഉടമസ്ഥയോട്. അയാൾ ആ കയ്യിലിരുന്ന ഭക്ഷണം ആ മനുഷ്യനങ്ങ് കൊടുത്തു സ്വതക്കയായിട്ട്. എന്നിട്ട് ഇയാള് കേറി ആ കൂട് ഒഴിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അതിനെ തല്ലിക്കൊന്നൊന്നല്ല അതിനർത്ഥം, ആ മരത്തിൽ നിന്ന് അതിനെ പറഞ്ഞു വിട്ടു. അയാൾ ആ കൂടൊഴിപ്പിച്ചു കഴിഞ്ഞിട്ടോ അയാൾ സാധാരണ പോലെ ഒരു സംഭവം മറന്നുപോയി. സുലൈമാൻ നബിയുടെ വാണിംഗ് മറന്നുപോയി. അതാ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ പക്ഷി വീണ്ടും സുലൈമാൻ നബിയുടെ മുന്നിൽ വന്നുകൊണ്ട് വീണ്ടും പരാതി പറഞ്ഞു. അയാള് കഴിഞ്ഞ കൊല്ലം കൂടൊഴിപ്പിച്ചു, അങ്ങ് വാണിംഗ് കൊടുത്തു. അയാളെ ഈ കൊല്ലം കൂടൊഴിപ്പിച്ചു, എന്റെ കുഞ്ഞുങ്ങളെ പെറുക്കി താഴത്തേക്ക് പറഞ്ഞയച്ചു, ഞങ്ങൾക്ക് അവിടെ സ്വസ്ഥമായി താമസിക്കാൻ കഴിഞ്ഞില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ 2 ജിന്നുകൾ അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെ ഞാനൊരു ജോലി ഏൽപ്പിച്ചതല്ലേ, എന്താ ജോലി? അയാൾ ആ കൂടൊഴിപ്പിച്ചാൽ അയാളെ 2 കഷ്ണമാക്കി നുറുക്കി. ഒരു കഷ്ണം അയാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം കിഴക്കോട്ടും വലിച്ചെറിയണം, മറ്റേ കഷ്ണം മഗ്രിബ് പടിഞ്ഞാട്ടും വലിച്ചെറിയണം എന്ന് 2 ജിന്നുകളോട് പറഞ്ഞതല്ലേ? മഹാന്മാരായ ആ 2 ജിന്നുകൾ പറഞ്ഞു, സുലൈമാൻ നബിയേ, ഞങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നില്ല. ഞങ്ങൾ അയാളുടെ മുന്നിലേക്ക് ചെന്നു, യാ ഖലീഫത്തല്ലാഹ് ഇന്ന സ്വാഹിബശ് ശജറ, അള്ളാഹുവിന്റെ പ്രതിനിധിയായ ഖലീഫയായ മഹാനായ രാജാവേ സുലൈമാൻ നബിയെ, അയാള് ആ കൂട് ഒഴിപ്പിക്കാൻ വേണ്ടി അയാള് മറന്നിട്ടാണ് അങ്ങ് കേറുന്നത്. അയാളെ ഞങ്ങൾ 2 തുണ്ടമാക്കാൻ തീരുമാനിച്ചു മുന്നോട്ട് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, അയാള് ഒരു സദഖയുമായി, അയാളൊരു സദഖ ചെയ്തുകൊണ്ടാണ് മരത്തിന്റെ മുകളിലേക്ക് കയറുന്നത്. ആ സമയത്തുണ്ടല്ലോ അയാള് ദാനം ചെയ്ത ആ റൊട്ടി കഷ്ണം, അല്ലെങ്കിൽ കുറിച്ച് തിന്നാൻ പറ്റുന്ന ഭക്ഷണ കഷ്ണം, അയാള് ദാനം ചെയ്തതിന്റെ പേരില് അയാൾക്ക് കാവൽ നിൽക്കാൻ 2 മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു. ഞങ്ങളങ്ങ് ചെല്ലലോടുകൂടെ ഞങ്ങളിൽ ഒരാളെ ഒരു മലക്ക് പിടിച്ച് കിഴക്കോട്ടെറിഞ്ഞു, മറ്റയാളെ പിടിച്ച് മറ്റേ മലക്ക് പടിഞ്ഞാട്ടെറിഞ്ഞു. സുലൈമാൻ നബിയേ എന്ന് പറഞ്ഞ് ഈ 2 ജിന്നുകൾ സുലൈമാൻ നബിയുടെ മുന്നിൽ. എന്താ കാരണം? സദഖ, അതൊരു പൂച്ചക്ക് ചോറ് കൊടുത്താലും സദഖ,
ബിസ്മി ചൊല്ലി കൊടുക്കാ, കൂലി കിട്ടണമെന്നോർത്ത് കൊടുക്കാ. ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കല് ഭാര്യ ചെയ്യുന്ന സ്വതക്കയാണ്. വെക്കലും വേവിക്കലും വിളമ്പലും സ്വതക്കയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സൽക്കർമ്മമാണ് സ്വതക്ക. മരത്തിൽ കയറുന്നവൻ സ്വതക്ക ചെയ്താൽ കാവലുണ്ട്. വാഹനം യാത്ര തുടങ്ങുമ്പോ പോകുന്ന വഴിയിൽ ഒരു പള്ളിയുടെ കുറ്റി കാണുന്നു, ഒരു ഭണ്ഡാരപ്പെട്ടി കാണുന്നു. അപ്പൊ എന്ത് ചെയ്യും? സാധാരണ ഒരു യാത്ര വേണമെങ്കിൽ അവിടെ ഒരു രൂപ ഇട്ടിട്ട് ഒരു പോക്കുണ്ട്, ഒരു ഉള്ളൂ. ബസ്സുകാർ പോകുമ്പോഴും അല്ലെ, ഒരു കാവലാണത്. നേരത്തെ നമ്മളൊരു കൊല്ലത്ത് തട്ടാമല പള്ളിയുടെ ഫ്രണ്ടിൽ ഒരാളെ തന്നെ നിർത്തിക്കാം, ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയൊരു കാര്യമായി പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്മാരിതൊക്കെ മറന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഒരു ചെറിയ ഉരുള പോലും സദഖ ചെയ്താൽ ഒരു മനുഷ്യൻ ഇന്ന് പകല് സദഖ ചെയ്താൽ പകൽ അവനെ പാമ്പ് പിടിക്കൂല. അതിനല്ലേ ഹദീസ് നമ്മൾ പറഞ്ഞത്? രാത്രി സദഖ ചെയ്യുന്നെങ്കിൽ രാത്രി അവനെ പാമ്പ് പിടിക്കൂല. ഈ രീതിയിൽ ആ സദഖയുടെ പവർ. സദഖ അത്ഭുതമാണ്, സദഖ അത്ഭുതമാണ്. ആ രീതിയിൽ ഇസ്രായേലി സമൂഹത്തിന്റെ ചില അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലി സമൂഹത്തിലെ അത്ഭുതം നിറഞ്ഞൊരു കഥ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലി സമൂഹത്തിൽ സുബദത്തുൽ വാഇദിൻ പോലുള്ള കിതാബുകളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണിത്. ഇസ്രായേലി സമൂഹത്തില് പറ്റേ വരൾച്ച ബാധിച്ചിരിക്കാം. ആ വരൾച്ചയുടെ കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാവരും ഇടങ്ങേറായി കഴിയുമ്പോ, ആ വരൾച്ചയുടെ കാലഘട്ടത്തില് ഒരു പെൺകുട്ടി, എല്ലാവരും ഇടങ്ങേറായി കഴിയാണ് ആ സമയത്ത്, ഒരു പെൺകുട്ടി അവളുടെ കൈകൊണ്ട് ഒരു റൊട്ടി ഒരു യാചകന് ദാനം കൊടുത്തു. ഒരു പെൺകുട്ടി അവളുടെ വലത്തെ കൈകൊണ്ട് ഒരു റൊട്ടി ഒരു യാചകൻ വന്നപ്പോ ദാനം കൊടുത്തു. ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ വാപ്പ ക്രൂരനായിരുന്നു. അയാള് ഈ ദാനം കൊടുത്തത് ദേഷ്യം പിടിച്ച് അയാൾക്ക് ഇഷ്ടമായില്ല ദാനം കൊടുത്തത്. ആ പെൺകുട്ടിയുടെ കൈ അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. വാപ്പ മകളുടെ കൈ മുറിച്ചു കളഞ്ഞു. അതോടുകൂടെ സമ്പന്നനായ പിതാവാണിത്, ചെറിയ ആളൊന്നുമല്ല. ഈ പെൺകുട്ടിയുടെ കുടുംബം നല്ല സമ്പന്നതയിൽ കഴിയുമ്പോഴാണ് യാചകൻ വരുന്നത്. ഈ പെൺകുട്ടി ഒരു റൊട്ടി കഷ്ണം ദാനം ചെയ്തു, കൈ മുറിച്ചു കളഞ്ഞു. വാപ്പ, ധനാഢ്യനായ വാപ്പയുടെ ബിസിനസ് ഒക്കെ പൊട്ടി, അയാളുടെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. അള്ളാഹു അയാളുടെ അവസ്ഥയെ തകിടം മറിച്ചു. അയാൾ ദരിദ്രനായി. അങ്ങനെ അയാള് ദാരിദ്ര്യത്തിനായി നിന്ദ്യനായി മരിച്ചുപോയി, ചത്തുപോയി. ആ പെൺകുട്ടി, കൈയില്ലാത്ത പെൺകുട്ടി, യാചന നടത്തി ജീവിക്കാൻ തീരുമാനിച്ചു. അവള് സുന്ദരിയായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി യാചന നടത്തി ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് അവള് ഒരിക്കൽ ഒരു വലിയ ധനാഢ്യന്റെ വീട്ടിൽ ചെന്ന് യാചന നടത്തിയപ്പോ ആ ധനാഢ്യന്റെ ഉമ്മ പുറത്തേക്ക് ഇറങ്ങി വന്ന്, ഈ ചെറിയ പെൺകുട്ടി കല്യാണമൊക്കെ കഴിപ്പിക്കാനായ പ്രായമായിട്ടുണ്ടല്ലോ, ഇവളെ യാചിക്കാൻ വന്നല്ലോ, അവളെ വിളിച്ച് വീടിന്റെ അകത്തിരുത്തി. എന്നിട്ട് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, നിനക്ക് ആരൊക്കെ ഉണ്ട്? ഞാനൊരു വിവാഹാലോചന നടത്തട്ടെ നിനക്ക്, നീ ഇങ്ങനെ യാചിച്ച് നടക്കണ്ട. അവള് പറഞ്ഞു, എനിക്ക് ആരുമില്ല, എന്നാൽ നിന്നെ ഞാൻ ദത്തെടുക്കാണ്, നിനക്ക് വേണ്ടി ഞാനൊരു വിവാഹാലോചന നടത്തി നിന്റെ വിവാഹം ഉറപ്പിക്കാണ്, നീ സഹകരിക്കണമെന്ന് പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞു, ആയിക്കോട്ടെ. അവള് സമ്മതിച്ചു. അവളുടെ ഒരു കൈയില്ല എന്നത് ഈ ഉമ്മ കണ്ടതാണ്. ആ ഉമ്മ ആ കുടുംബത്തിലെ ധനാഢ്യനായ മകന് ഈ മകളെ കല്യാണം ആലോചിച്ചു. ഈ ധനാഢ്യനാണ് മുമ്പൊരിക്കൽ യാചകനായി ഇവരുടെ വീട്ടിൽ വന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയെ അയാൾക്ക് കല്യാണം ആലോചിച്ചു. അയാള് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച സമയത്ത് ആദ്യത്തെ രാത്രിയിലെ ഭക്ഷണം കഴിക്കുന്ന പരിപാടിയിലേക്ക് വന്നപ്പോ ഈ പെൺകുട്ടിയുടെ കൈയില്ലാത്ത വിവരം ഇദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹത്തിന് അതറിയില്ല. അദ്ദേഹം ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. മുമ്പ് യാചന നടത്തിയാ ജീവിച്ചത്. ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇവളെ ഇടത്തെ കൈക്ക് കഴിക്കുന്ന കണ്ടപ്പോ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. അയാള് പറഞ്ഞു, ലഖദ് സമിഅതു ബിഅന്നൽ ഫഖീറ യകൂനു ഖലീലുൽ അദ്ബി, ദാരിദ്ര്യം പിടിച്ച് യാചനയുമായി ജീവിക്കുന്ന ആളുകൾക്ക് അദബ് കുറവാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നീ അങ്ങനെയാണല്ലോ പെണ്ണേ എന്ന് അവളോട് പറഞ്ഞു.
അതപ്പുള്ള ആൾക്കാർ വലത്തെ കഴിക്കുക, ഇടത്തെ കഴിക്കല്ല. അപ്പൊ യാചന നടത്തി 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 ജീവിതത്തിന്റെ നിലവാരം പോയി. നീ അതപും പോയവളായോ, അങ്ങനെയുള്ളവളാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത് എന്ന് പറയുമ്പോ അവരുടെ വീട്ടിന്റെ അകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു, പെണ്ണെ നിന്റെ ബറക്കത്തുള്ള വലത്തെ കൈ അങ്ങ് നീട്ടു, അതുകൊണ്ട് ഭക്ഷണം കഴിക്കൂ എന്ന്. അവൾ മറച്ചു വെച്ചു വസ്ത്രത്തിന്റെ ഇടയിൽ മുറിക്കപ്പെട്ട വലത്തെ കൈ, അത് അവൾ അങ്ങ് നീട്ടിന്നാണ്. നീട്ടി. അപ്പോൾ ആ മുറിക്കപ്പെട്ട കൈ മുറിക്കാത്ത പോലെ അവളുടെ ശരീരത്തിൽ അത്ഭുതമായി എത്തിയെന്നാണ്. അത്ഭുതം. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിന്നെ ഊട്ടിയതിന്റെ പേരിൽ നഷ്ടപ്പെട്ട കയ്യാ ഇത്. നിന്റെ മുന്നിൽ വന്നിരുന്ന ഭക്ഷണം കഴിക്കാൻ ആ കയ്യിനെ അള്ളാഹു തിരിച്ചു കൊടുത്തു. ഒരശരീരി അവരുടെ മനസ്സിലൊരു തോന്നൽ പോലെ, ഒരു പ്രകമ്പനം പോലെ ഇസ്രായേലി സമൂഹത്തിലെ ഒരു അത്ഭുത കഥ മഹാന്മാർ പറയുന്നുണ്ട്. സ്വതക്ക കൊടുത്തുകൊണ്ട് കൈ നഷ്ടപ്പെട്ട പെണ്ണിന് ജീവിതത്തിന്റെ എല്ലാം കിട്ടിയത്, ആ കൈ ഉൾപ്പെടെ കിട്ടിയത് ആ സ്വതക്കയെ പരിഗണിച്ചുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ കലവറയാണ് സ്വതക്ക. നമ്മുടെ വീട്ടിൽ വിരുന്നുകാര് വരാറുണ്ട്. വിരുന്നുകാര് വരുമ്പോ വിരുന്നുകാരൻ വന്നതിന്റെ പേരില് നമ്മൾ വല്ല മൃഗത്തെയും അറുത്താൽ, ഇപ്പൊ ഒരു പോത്തിനെ അറക്കാൻ പറ്റില്ല, ഒരു വിരുന്നുകാരൻ വരണമെന്ന് പറഞ്ഞ് ഒരു കോഴിനറക്കാം. അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. വിരുന്നാരം വരുമ്പോ അറക്കാൻ വേണ്ടി നിർത്തണം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അവിടെ അല്ല, കോഴിക്കടയിലേക്ക ഉസ്താന്റെ ഇപ്പൊ കോഴിക്കടയിലുണ്ട്. പണ്ട് ഇങ്ങനെ നമ്മള്, എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഒരു വിരുന്നാരം വരുമ്പോ നമ്മള് വിരുന്നാരം വന്നത് അറിയില്ല. അപ്പോഴുണ്ട് ഒരു 5 മണിക്കൊക്കെയാണ് വന്നെങ്കിൽ കോഴീനൊക്കെ തുറന്നു വിട്ടേക്കായിരിക്കുമല്ലോ. കോഴി പിന്നെ കൂട്ടിക്കാരനാരെ നോക്കിയിരുന്ന വിരുന്നുകാരന് ഭക്ഷണം കൊടുക്കുന്ന നടക്കൂല, ഓടിച്ചിട്ട് പിടിക്കും. കോഴി കിതക്കണവരായിട്ട് ഓടിക്കും. നമ്മൾ അതിലപ്പുറം കിതച്ചിട്ടുണ്ടാവും, എന്നാലൊരു രസാ. അങ്ങനെ പിടിച്ച് അറുത്ത് അല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, വിരുന്നുകാരൻ വരുമ്പോ ഒരു മനുഷ്യൻ ഒരു മൃഗത്തെ അറുത്ത് മാംസത്തിന്റെ ഭക്ഷണമാണ് കൊടുക്കുന്നത് എങ്കിൽ ആ മാംസത്തിന്റെ കണക്കനുസരിച്ചുകൊണ്ട് നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് തുല്യമായ ഒരു സദഖയാണ് വിരുന്നുകാരന് മാംസമൂട്ടുക എന്ന് പുണ്യ നബി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മേടിച്ചു കൊടുത്താലും ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ മേടിച്ചു കൊടുത്താലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ജീവിയെ ഖുർബാൻ സമർപ്പിക്കാന്നതിന് പറയാം. അതെ, നമ്മള് ഗസ്റ്റ് വരുമ്പോ നമ്മൾ കോഴി ഓർഡർ ചെയ്യാറുണ്ട്. അറുത്ത് വാങ്ങണം. അറുത്ത് വാങ്ങി നമ്മൾ പാചകം ചെയ്യുന്നിടത്താണ് ഇപ്പൊ ഇത് പറയുന്നത്. കാരണം അത് ഇബ്രാഹിം നബി ചെയ്തതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ جَاءَتْ رُسُلُنَا إِبْرَاهِيمَ بِالْبُشْرَى قَالُوا سَلَامًا قَالَ سَلَامٌ فَمَا لَبِثَ أَن جَاءَ بِعِجْلٍ حَنِيذٍ فَلَمَّا رَأَى أَيْدِيَهُمْ لَا تَصِلُ إِلَيْهِ نَكِرَهُمْ وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب. ദീർഘമായി പോകുന്ന ആയത്തുകൾ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിലേക്ക് ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കാൻ പോകുന്ന മലക്കുകൾ ഇവിടെ കേറിയിട്ട് അങ്ങോട്ട് പോകുന്നു. എവിടെ? ഇബ്രാഹിം നബിയുടെ വീട്ടിൽ കയറിയിട്ടാണ് ഇങ്ങോട്ട് പോണത്. ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കാൻ പോകുന്ന മലക്കുകൾ. ഇബ്രാഹിം നബി കാലഘട്ടത്തിന്റെ പ്രവാചകനാണ്. ലൂത്ത് നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ്, ഇബ്രാഹിം നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ആരും ലൂത്ത് നബിയുടെ പ്രബോധന പ്രവശ്യ എന്ന് പറയുന്നത് ജോർദാനാണ്, ചാവുകടലിന്റെ തീരമാണ്. ഫലസ്തീനിൽ വന്നിട്ടുണ്ട് ഇപ്പൊ മലക്കുകള്. ജോർദാനിലേക്ക് പോകണം. ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വന്നു. ജോർദാനിലേക്ക് പോകുന്ന മലക്കുകൾ വേഷപ്രച്ഛന്നരാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം
അവർക്ക് കഴിക്കാൻ വേണ്ടി നല്ല മൂരിക്കിടാവിനെ അറുത്തു. എന്നിട്ട് ഭക്ഷണം പാചകം ചെയ്തു. എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ചു കൊടുത്തു. അവര് കഴിക്കുന്നില്ല. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വിഷമായി. പഠിച്ചോനെ, എന്തു പറ്റി? വിരുന്നുകാർ കഴിക്കണില്ലല്ലോ. മലക്കുകൾക്ക് തീറ്റയും കൂടി ഉണ്ടോ? ഇല്ല. വിവാഹമുണ്ടോ? ഇല്ല. അങ്ങനെ ഇബ്രാഹിം നബിക്ക് പണി കിട്ടിയെന്ന് ആർക്ക് മനസ്സിലായി? സാറ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി. 36 ആ വാതൊക്കെ അങ്ങനെ നിന്നിട്ട് ഫലമ്മാ ലഹിഖത്, മഹദി അവർകൾ ചിരിച്ചപ്പോ മലക്കുകളെ തിരിച്ചറിഞ്ഞതിന്റെ സമ്മാനമായിട്ടാണ് അല്ലാഹു തആല ഇസ്ഹാഖ് എന്ന കുട്ടിയെ ഗർഭം ധരിക്കാൻ ഖളാ ആക്കുന്ന സംഭവം ഈ കാര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ്, നിർണയിച്ചുകൊണ്ടാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. മലക്കുകളെ തിരിച്ചറിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്നുണ്ട് അന്നുണ്ട്. ഭാര്യയുടെ ഒരു ചിരി ഉണ്ടാവും. ഭർത്താവിന് 2 ഉറുമ്പ് അടിച്ച് മുപ്പരാതി വിറക് കൊത്തിക്കൊണ്ടിരുന്നപ്പോ അതിന്റെ ഇടയിൽ നിന്ന് വലിയൊരു ചുള്ളം വന്നിട്ട് ഒരു കടി അടിച്ചു. പുള്ളിക്കാരത്തി ഏൽപ്പിച്ചതാണ് എന്ത്? എന്റെ കൊത്ത് നോക്കട്ടെ, ഞാൻ വിറകൊത്താറില്ല, വീട്ടിൽ കംപ്ലീറ്റ് ഗ്യാസാ. വിറകൊത്തി കൊണ്ടിരുന്നപ്പോ അതിന്റെ വിടവിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ട് മൂപ്പര 2 കടി അടിച്ചു കഴിഞ്ഞാൽ മൂപ്പര് അങ്ങനെ തട്ടി കുടയണ കാണുമ്പോ ഭാര്യയെ കറയല്ല ആദ്യം ചെയ്യാ. എന്ത് ചെയ്യാ? പണി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഭാര്യയെ ചിരിക്കുക. എന്നിട്ടാ പിന്നെ സങ്കടം പറയും, അല്ലോ കടിച്ചോന്ന് ചോദിക്കും. അതിന് മുമ്പ് ഒന്ന് ചിരിച്ചിട്ടുണ്ടാവും. അത് നേരത്തെ മുതലുള്ളതാ. ആ ചിരി ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ടവളുടെ കുസൃതി അള്ളാഹുവിന് ഇഷ്ടായി. ആ ചിരി അള്ളാഹു അംഗീകരിച്ചു. പടച്ചവൻ സമ്മാനം കൊടുത്തതാണ്. മലക്കുകളെ തിരിച്ചറിഞ്ഞല്ലോ. അള്ളാന്റെ ഖലീലിന് മലക്കുകളെ തിരിച്ചറിയാൻ പറ്റിയില്ല, ഖലീലിന്റെ ഭാര്യക്ക് അറിയാൻ കഴിഞ്ഞു. അതൊരു സമ്മാനം കൊടുത്തു. അതിന് അല്ലാഹു തആല ഒരു അംഗീകാരം കൊടുത്തു. ആ അംഗീകാരമാണ് യാക്കൂബ് നബിയും ഇസ്ഹാഖ് നബിയും അങ്ങനെ തുടങ്ങുന്ന പരമ്പര മുഴുവനും സാറയിലൂടെ പിന്നീട് വന്നതാ. റളിയല്ലാഹു അൻഹ. യാക്കൂബ് നബിയും പറഞ്ഞു ആയത്തില്. യാക്കൂബ് നബിക്ക് ശേഷം ഇസ്ഹാഖ് നബിയെ പറഞ്ഞു. ഇസ്ഹാഖ് നബിക്ക് ശേഷം യാക്കൂബ് നബിയെ പറഞ്ഞു. അതായത് സാറ ബിയുടെ പേരക്കുട്ടി യാക്കൂബ് നബി. യാക്കൂബ് നബിനെ പറഞ്ഞെന്താ? ഇവർക്ക് കൊല്ലങ്ങളോളം മക്കളില്ലായിരുന്നു. സാറ റളിയല്ലാഹു അൻഹയ്ക്ക് ഏകദേശം 100 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പ്രസവിക്കണേ. കൊല്ലങ്ങളോളം മക്കളില്ലാതിരുന്ന ഇവർക്ക് പേരമക്കളെ കൂടി പറഞ്ഞു, നിങ്ങൾക്ക് ശേഷം ഈ ഒരു പ്രശ്നം അടുത്ത തലമുറയിൽ ഉണ്ടാവൂല. മാത്രമല്ല പേരക്കുട്ടികളിൽ യാക്കൂബ് നബിയെ പറയാൻ കാരണം ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ മുഴുവനും ഈ യാക്കൂബ് നബിയിലൂടെ പിന്നെ വന്നത്. ബനു ഇസ്രായേലി സമൂഹം മുഴുവൻ യാക്കൂബ് നബിയുടെ മക്കളാണ്. അപ്പൊ യാക്കൂബ് നബിയെയും പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സ്വഭാവമാണ് വിരുന്നാരം വരുമ്പോ വല്ലതിനെ അറുത്ത് പാചകം ചെയ്യാ എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം വൈഫഹു. തന്റെ വീട്ടിൽ വരുന്ന വിരുന്നുകാരനെ ബഹുമാനിക്കണേ, അത് ഈമാനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിരുന്നിന് കെട്ടും കടയും ഡ്രസ്സും ബാഗും ഒക്കെ ആയിട്ട് വന്നെന്നില്ല. ഒരാളതിൽ പോയപ്പോ ഒന്ന് കയറിയതാണ്. ഒരു ചായ കൊടുക്കാൻ പിശുക്ക് കാണിക്കല്ലേ, ഒരു ചെറുകടി എപ്പോഴും വീട്ടിലുണ്ടാവണേ, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എങ്കിലും വാങ്ങി വെക്കണേ, ആര് കയറി വന്നാലും എന്തെങ്കിലും ഒന്ന് തിന്നാൻ കൊടുക്കാൻ. ഇനി അവിടെ നമ്മുടെ സഹോദരിമാരോടൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് വലിയ സ്വതക്ക കിട്ടുന്ന, ഒരു കൂലി കിട്ടുന്ന ഒരവസരമാണ് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ പിതാവ് പുറത്തുനിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന സന്ദർഭമാണ്. വാപ്പവന് അല്ലെങ്കിലോ ഇക്ക വരുന്ന, ആങ്ങള വരുമ്പോൾ അവർ പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോ വീട്ടിലുള്ള പെണ്ണ് ആരെപ്പോലെ എന്നറിയുമോ? വീട്ടുടമയാണ്. വീട്ടിലെ ഭർത്താവ് വീട്ടിലെ വിരുന്നുകാരനാണ്. വിരുന്നുകാരനെ ബഹുമാനിക്കണം. വിരുന്നുകാരന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് വന്നാൽ നമ്മൾ പ്രതികരിക്കാറില്ല. വിരുന്നുകാരൻ കുളിച്ചിട്ട് തോർത്ത് അവിടെ തൂക്കിയിട്ടു, അവിടെ വെള്ളം ചാടി, നമ്മൾ വിരുന്നുകാരനെ വഴക്ക് പറയൂല. വിരുന്നുകാരന്റെ അപാകതകളെ വീട്ടുകാരൻ ക്ഷമിക്കുന്ന പോലെ വീട്ടിലെ വിരുന്നുകാരനാണ് ഭർത്താവ്, വീട്ടുടമസ്ഥയാണ് ഭാര്യ എന്ന രീതിയിൽ വിരുന്നുകാരനെ ബഹുമാനിച്ചാൽ, സൽക്കരിച്ചാൽ, സന്തോഷിപ്പിച്ചാൽ ഈ പറയപ്പെട്ട പ്രതിഫലം ഭാര്യമാർക്ക് കിട്ടും. ഔ കമാ ഖാല റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിരുന്നുകാരൻ ഒരു മുഅ്മിനായ മനുഷ്യന്റെ വീട്ടിലേക്ക് വരുമ്പോ ആ വീട്ടിലേക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ അല്ലാഹു ദഖല മഅഹു അൽഫ ബറകാ വ അൽഫ റഹ്മാ 1000 ബറക്കത്ത് കൊണ്ട് ഒരു വീട്ടുകാരൻ വീട്ടിലേക്ക് കടന്നു വരാം. ഒരു വിരുന്നുകാരൻ വരുമ്പോൾ അവൻ വീട്ടിൽ അന്നത്തെ ദിവസം അന്തി ഉറങ്ങട്ടെ ഉറങ്ങാതിരിക്കട്ടെ 1000 ബറക്കത്ത് അവന്റെ കൂടെയുണ്ട്, 1000 റഹ്മത്ത് അവന്റെ കൂടെയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു വിരുന്നുകാരൻ ഒരു വീട്ടിലേക്ക് വിരുന്ന് വരുന്നതിന്റെ 40 ദിവസം മുന്നേ ആ വീട്ടിൽ അയാൾക്കുള്ള റിസ്ക് അല്ലാഹു നിശ്ചയിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ അടുത്ത് കൊടുത്താൽ മതി, നമ്മളെ ഓർത്താ അത് അവന് കഴിക്കാനുള്ളത്. അറബിയിലെ മറ്റേ ചൊല്ലെന്താണ്? അന്നത്തിന്റെ മുകളിൽ എഴുതി വെക്കുന്നു അല്ലേ? ഞാൻ മറന്നു, അറബിയല്ല ഉറുദു അല്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞ മേക്കട പറഞ്ഞ തെറ്റിപ്പോവും. അങ്ങനെ ഓരോ ഭക്ഷണത്തിന്റെ മുകളിൽ എഴുതി വെച്ചു. ഈ ഒരു വിരുന്നുകാരൻ വരുന്നതിന്റെ 40 ദിവസം മുമ്പ് അവനുള്ള റിസ്ക് ആ വീട്ടിലെത്തി. അത് ആര് കണ്ട്? ചില ജീവികൾക്ക് കാണാൻ കഴിയും, മലക്കുകൾ ആ റിസ്ക്കായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവരിങ്ങനെ കാക്ക വിരുന്ന് വിളിച്ചു എന്ന് പറയും. ആരാണ്ട് വരണ്ട കേട്ടോ, കാക്ക വിരുന്ന് വിളിച്ചിട്ടുണ്ട്. പൂച്ച മുഖം കഴുകുന്നത്, പൂച്ച മുഖം കഴുകുന്നത് വിരുന്നവർ, ഇത് വെറുതെ പറഞ്ഞതായിരിക്കും ഒരു പക്ഷെ. എന്നാലും നമുക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട് അതിന് അടിസ്ഥാനമുണ്ട്. എന്തുകൊണ്ട്? മലക്കുകളെ കാണാൻ നമുക്ക് കഴിയുന്നില്ല, പക്ഷേ മലക്കുകളെ കാണാൻ ജിന്നിനും ഇൻസിനും കഴിയാത്ത സന്ദർഭത്തിൽ മറ്റു ജീവജാലങ്ങൾക്ക് കഴിയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റിസ്ഖുമായി മഹാന്മാരായ മലക്കുകൾ വീട്ടിലേക്ക് വന്നത് കണ്ട ജീവി ഒരുപക്ഷെ വിരുന്ന് വിളിച്ചു, അല്ലെങ്കിൽ മുഖം കഴുകി. അങ്ങനെ വരുമ്പോ നമ്മുടെ വീട്ടിൽ നമ്മൾ ദാനം ചെയ്യേണ്ട ആ സ്വതക്ക എത്തിക്കഴിഞ്ഞു, അത് നമ്മൾ അങ്ങോട്ട് ദാനം ചെയ്താൽ മതി. വീട്ടിൽ വരുന്ന വിരുന്നുകാരന് വിരുന്നൂട്ടൽ ഒരു വലിയ സ്വതക്കയാണെന്നും അതുവഴി സ്വർഗത്തിന്റെ കവാടം തുറക്കുമെന്നും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ജോലി ചെയ്ത് നല്ല സമ്പാദ്യം, പടച്ചോനെ ഞാനും എന്റെ മക്കളും തിന്നാ പോരാ, ഇത് തിന്നാൻ എന്റെ വീട്ടിലേക്ക് ബറക്കത്തിന് അള്ളാഹുവെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ അവരൊക്കെ വീട്ടിൽ ചെന്ന കാണാം, വരുന്നവർക്ക് ചായയും ബിസ്ക്കറ്റും ഇങ്ങനെ കൊടുക്കാൻ, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ തന്നെ നിശ്ചയിച്ചിരിക്കാം. ഒരു വീട്ടില് എത്രയാന്ന് വെച്ചപ്പോ ചായ കൊടുക്കുക ഒരു വീട്ടിലേക്ക്. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, SMK തങ്ങളുടെയൊക്കെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോ ഒരു ഭക്ഷണത്തിന്റെ നേരത്തെയൊക്കെ ചെല്ലുന്നെങ്കിൽ എത്ര വലിയ ഭക്ഷണമായിരിക്കും അവിടെ. ആ മേശയുടെ ചുറ്റും ആരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഭക്ഷണം. വിരുന്ന് ഒരു വീട്ടിൽ ഒരാൾ വരാ എന്നതൊരു ബർക്കത്താ. ചില വീട്ടിലേക്ക് ഒരു മനുഷ്യനും പോവില്ല, അവരിട്ട് ഒരാളിട്ട് വിളിക്കോല, ആ വാതിൽ എങ്ങനെ അടച്ചിട്ട് അല്ലല്ല, അത് എന്തൊരു ജീവിതാണ്. ഒരു കാറ്റും വെളിച്ചോ ഒരു ബർക്കത്തൊക്കെ ഒന്ന് വന്നെങ്കിൽ ആരെങ്കിലും ഒരു 4 ആളൊന്ന് ഇടക്കിടക്കൊക്കെ ഒന്ന് വന്നു പോവല് ആ കുടുംബത്തിന്റെ ബർക്കത്ത. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ദഖായിഖുൽ അഖ്ബാർ എന്ന കിതാബിൽ കാണാം, പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കാണ്. അഫ്ളലുൽ അഅമാലി അലാ ദഖിരിൽ അർളി സലാസ, ഈ ഭൂമിയിലെ ഏറ്റവും അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠമായ തൊഴിലുകൾ 3 കാര്യങ്ങളാണ്, 3 പ്രവർത്തനങ്ങൾ, 3 ജോലികളാണ് ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായത്. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, അള്ളാഹിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. അത് പല നിലക്കാവാം. അത് ആയുധം കൊടുക്കണമെന്നൊന്നും അതിനർത്ഥമില്ല. അത് ശരീരത്തിന്റെ താല്പര്യങ്ങളെ വെട്ടിനിരത്തലാവാം. പടച്ചവന്റെ മാർഗത്തിലേക്കുള്ള ഇബാദത്തിന് ഒരുങ്ങലാവാം. അതും ജിഹാദാ. രണ്ടാമത്തേത് ഇൽമ് തേടാം, ഇൽമ് പഠിക്കാം, ഇൽമ് പറയാം, ഇൽമ് പ്രചരിപ്പിക്കാം. മൂന്നാമത്തേത് ഹലാലായ വരുമാനത്തിന് വേണ്ടി തൊഴിൽ ചെയ്യാം. ഈ 3 പ്രവർത്തനങ്ങളാണ് ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും ആദരണീയമായ പ്രവർത്തനമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇൽമ് തേടാൻ പോവല്, ഇൽമ് പഠിക്കല്, പഠിപ്പിക്കല്, അത് ചെയ്യുന്ന ആള് അള്ളാഹുവിന്റെ ഹബീബാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതായ രീതിയിൽ പരിഗണിച്ചിട്ടുള്ളതായ സൽക്കർമ്മങ്ങള് അത് ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ വലിയാണ്. അതുപോലെ തന്നെ
നല്ല നല്ല ജോലി ചെയ്ത് ഹലാലായ സമ്പാദ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആള് അള്ളാഹുവിന്റെ മുന്നിൽ മാന്യനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നല്ല ജോലി ചെയ്താലാ നല്ലത് സദഖ ചെയ്യാൻ പറ്റൂ. പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ചല്ലോ തഖുന്നാർ. കേട്ടോളൂ ഹദീസ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ, നരകത്തിൽ നിന്നും കാവലുണ്ടാക്കണേ, നരകത്തിന് മറ സൃഷ്ടിക്കണേ. വലൗ ബിശിഖ് തംറ, ഒരു കാരക്കയുടെ ഒരു കീറ് ദാനം ചെയ്തിട്ടാണെങ്കിലും. അവിടെ പറഞ്ഞത് പണമല്ല, ഭക്ഷണത്തിന് വല്ലാത്ത പവറാണ്. സദഖ ചെയ്യുമ്പോൾ ഭക്ഷണം എന്ന തലത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പവർ കൂടുന്നു. ഹബീബ് പറയുന്നു, ഈ പവറുള്ള അമല് അതേതമല ഒരു കീറ് കാരക്ക, അതൊരു ഭക്ഷണമായി ആഹാരമായി ഒരാൾക്ക് കൊടുത്താൽ നരകത്തിൽ നിന്നും നിനക്ക് മറ സൃഷ്ടിക്കലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസ് കേട്ടോളൂ, ജാമിഉ സഗീറിൽ കാണുന്ന ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സദഖത്തു തംനഉ 70 നൗഅൻ മിൻ അൻവാഇൽ ബലാ. സദഖ കൊണ്ട് 70 പരം ആപത്ത് മുസീബത്തുകൾക്ക് കാവൽ കിട്ടാം. സദഖയാവേണ്ട എല്ലാ അദബുകളും പാലിച്ച് സദഖ ചെയ്യുമ്പോൾ ഒരൊറ്റ സദഖ കൊണ്ട് 70 പരം ആപത്ത് മുസീബത്തിന് കാവലാണ്. അഹ്വനുഹ, ആ 70 കാവൽ കിട്ടുന്ന 70 ഏറ്റവും താഴെയുള്ളത് അൽ ജുദാബ് വൽ ബർസു, വെള്ളപ്പാണ്ടും കുഷ്ഠവുമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സദഖ ചെയ്യൽ വഴി 70 ബലാ മുസീബത്തിന് കാവലാണ് ഒരു സദഖ. ആ 70 ഒരെണ്ണം വെള്ളപ്പാണ്ട് കുഷ്ഠത്തിന് കാവലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സദഖ കൊണ്ട് ആപത്ത് മുസീബത്ത് തടുക്കാൻ, സദഖ കൊണ്ട് മാരക രോഗത്തിന് കാവൽ സൃഷ്ടിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കു റഹ്മാനെ. പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ. ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കുക അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ ആരോഗ്യം നൽകുക അല്ലാ, ആഫിയത്ത് നൽകുക അല്ലാ, മനസ്സിന് എല്ലാ റാഹത്തും നൽകുക അല്ലാ. വലിയ വലിയ രോഗങ്ങളിൽ നിന്നും കാവൽ നൽകുക അല്ലാ. അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന മക്കളുണ്ട്, നീ എളുപ്പമാക്കുക അല്ലാ. ജോലി തേടുന്നവരുണ്ട്, അനുയോജ്യമായ നല്ല നല്ല ജോലികൾ എടുപ്പിക്കുക അല്ലാ. കടബാധ്യത ഉള്ളവരുണ്ട്, റബ്ബേ കടങ്ങൾ വീട്ടുക അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകുക അല്ലാ. വിവാഹ ആലോചനകൾ നടക്കുന്നവരുണ്ട്, അനുയോജ്യമായ ബന്ധം അടുപ്പിക്കുക അല്ലാ. ഹജ്ജ് ഉംറ സിയാറക്കുള്ള മഹാഭാഗ്യം നൽകുക അല്ലാ. അല്ലാഹുവേ റബ്ബേ, ലോകത്തുള്ള മോമിനീങ്ങളോട് നീ കരുണ ചെയ്യുക അല്ലാ. അല്ലാഹുവേ, വിഷപ്പാമ്പുകൾ വിഷജീവികളെ തൊട്ട് കാക്കുക അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ സിഹർ കൊണ്ടും കണ്ണേർ കൊണ്ടും പ്രയാസപ്പെടുന്നവരെ നീ കരകയറ്റണേ അല്ലാ. പൈശാചിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യം നൽകുക അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.